നല്ല ഭംഗിയുള്ള മൊരിഞ്ഞ സമൂസ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായി കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ വേവിച്ച് പൊടിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഒരൽപ്പം ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് കോളിഫ്ലവറും ചേർക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ താല്പര്യമുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് മൈദ എടുത്ത് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുത്ത് വെക്കണം. ഇനി അതിനെ ചെറിയ പൂരികളാക്കി പരത്തി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് 2 സൈഡിലും കുറേശ്ശെ വെച്ച് ഇതുപോലെ മടക്കി സൈഡെല്ലാം ഒന്ന് സീൽ ചെയ്തതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും സൈഡൊക്കെ ഒന്നും കൂടി സീൽ ചെയ്ത് കൊടുത്ത് ഫോർക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സമൂസ എത്ര പെട്ടെന്നാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇഫ്താറിനൊക്കെ കഴിക്കാനും വൈകുന്നേരം ചായക്ക് കഴിക്കാനും എല്ലാം അടിപൊളി ടേസ്റ്റുള്ള ഈസി സമൂസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.